ആപ്പാണെന്ന് നമുക്കറിയാം. ബുക്ക് മൈ ഷോയെ ഹാക്ക് ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിച്ച ആളുകളുടെ കഥയാണ്. എങ്ങനെയാണ് ഇവർ ഈ ബുക്ക് മൈ ഷോ ഹാക്ക് ചെയ്ത് ഇവർ ലക്ഷങ്ങൾ സമ്പാദിച്ചത്? 2023 2023 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ക്രിക്കറ്റ് ഫാൻസിന് അറിയാം. 2023 ഇന്ത്യ ക്രിക്കറ്റ് വേൾഡ് കപ്പ്, ODI വേൾഡ് കപ്പ് നടന്നിരുന്നു. എന്റെ ഓർമ്മ ഫൈനലിലെ ടിക്കറ്റുകൾ 1000 രൂപ ടിക്കറ്റ് 17,000 18,000 രൂപയ്ക്കാണ് വിറ്റത്. അതുപോലെ ഇന്ത്യയുടെ എല്ലാ ഗെയിംസിനും ടിക്കറ്റുകൾ മിനിമം ഒരു 5 ഇരട്ടി 6 ഇരട്ടി മിനിമം നിരക്കിലാണ് വിറ്റത്. അപ്പോൾ ഈ ടിക്കറ്റിംഗ് വിറ്റ ആളുകൾ ഇതിനകത്തൂടെ കുറെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറെ പൈസ എന്ന് വെച്ചാൽ കുറച്ചൊന്നുമല്ല, 3-4 ലക്ഷം രൂപ വരെ ഉണ്ടാക്കിയ ആളുകളുണ്ട്. അപ്പം ഇവരെങ്ങനെയാണ് ഈ പൈസ ഉണ്ടാക്കിയത്? അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ടിക്കറ്റുകൾ ബ്ലാക്ക് മാർക്കറ്റിൽ പോകുന്ന ടിക്കറ്റുകളെല്ലാം ബുക്ക് മൈ ഷോ വഴി തന്നെയാണ് ബുക്ക് ചെയ്തത്. അതാണ് അതിന്റെ ഒരു ഫണ്ണി തിങ്. കംപ്ലീറ്റ് ആവുകയും 8 മണിക്ക് തന്നെ ലോഗിൻ ചെയ്ത ആളുകൾക്ക് ഒരാൾക്ക് പോലും ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ടിക്കറ്റുകൾ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആയിരുന്നു. ബ്ലാക്ക് മാർക്കറ്റിൽ ഈ ടിക്കറ്റുകൾ ഒരുപാട് അവൈലബിൾ ആയിരുന്നു. ബുക്ക് മൈ ഷോയിൽ നിന്ന് ഹാക്ക് ചെയ്ത ബിരുദന്മാർ 7:45 അതായത് 7:45 തന്നെ ആ ക്യൂവിനകത്ത് നുഴഞ്ഞു കയറി. അതായത് ഈ ബിരുദന്മാർ എങ്ങനെയാണ് ഹാക്ക് ചെയ്തതെന്ന് വെച്ച് കഴിയാമെങ്കിൽ, അവർ ഈ ലിങ്ക് കൺസ്ട്രക്ട് ചെയ്തു, ഓട്ടോമാറ്റിക്കായിട്ട് കൺസ്ട്രക്ട് ചെയ്തു. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ബുക്ക് മൈ ഷോ നമുക്കറിയാം, ഒരു ടിക്കറ്റ് ബുക്കിംഗ് ആപ്പാണെന്ന് നമുക്കറിയാം. ബുക്ക് മൈ ഷോയെ ഹാക്ക് ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിച്ച ആളുകളുടെ കഥയാണ്. എങ്ങനെയാണ് ഇവർ ഈ ബുക്ക് മൈ ഷോ ഹാക്ക് ചെയ്ത് ഇവർ ലക്ഷങ്ങൾ 2023 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ക്രിക്കറ്റ് ഫാൻസിന് അറിയാം. 2023 ഇന്ത്യ ക്രിക്കറ്റ് വേൾഡ് കപ്പ്, ODI വേൾഡ് കപ്പ് നടന്നിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒക്ടോബർ നവംബർ മാസത്തിലാണ് നടന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്കെല്ലാം അറിയാം, ഒഫീഷ്യലായി ടിക്കറ്റിംഗ് പാർട്ണർ ബുക്ക് മൈ ഷോ ആയിരുന്നു. അപ്പം ആ സമയത്ത് ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റുകൾ രാത്രി 8 മണിക്ക് ഓപ്പൺ ആകും. ഇന്ത്യയുടെ മാച്ചസിന് രാത്രി 8 മണിക്ക് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമ്മൾ ബുക്ക് മൈ ഷോ ആപ്പ് വഴി അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് 8:05 8:10 ആകുമ്പോഴത്തേക്ക് ടിക്കറ്റിംഗ് ഫുൾ കംപ്ലീറ്റ് ആകുകയും 8 മണിക്ക് തന്നെ ലോഗിൻ ചെയ്ത ആളുകൾക്ക് ഒരാൾക്ക് പോലും ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ടിക്കറ്റുകൾ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആയിരുന്നു. ബ്ലാക്ക് മാർക്കറ്റിൽ ഈ ടിക്കറ്റുകൾ ഒരുപാട് അവൈലബിൾ ആയിരുന്നു. ബുക്ക് മൈ ഷോയിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ ഒരുപാട് മാർക്കറ്റിലും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ഈ ബുക്ക് മൈ ഷോ ഇനി ടിക്കറ്റ് ബ്ലാക്ക് മാർക്കറ്റിൽ മറിച്ചു വയ്ക്കുകയാണോ, അതോ ബുക്ക് മൈ ഷോയുടെ എംപ്ലോയീസ് ബ്ലാക്ക് മാർക്കറ്റിൽ മറിച്ചു വയ്ക്കുകയാണോ, അതോ BCCIയിലേക്ക് പോലും ചോദ്യങ്ങൾ വരുന്നു. BCCI ഇനിയും, അതായത് ക്രിക്കറ്റ് ബോർഡ് ഇനിയും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഈ ടിക്കറ്റുകൾ ബ്ലാക്ക് മാർക്കറ്റിൽ പോകുന്ന ടിക്കറ്റുകളെല്ലാം ബുക്ക് മൈ ഷോ വഴി തന്നെയാണ് ബുക്ക് ചെയ്തത്. അതാണ് അതിന്റെ ഒരു ഫണ്ണി തിങ്. അപ്പോൾ ഈ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത ആളുകൾ ബുക്ക് മൈ ഷോ വഴി തന്നെയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അവർക്ക് എങ്ങനെ ടിക്കറ്റ് കിട്ടി? ബാക്കി 8 മണിക്ക് തന്നെ ആപ്പ് വഴിയും വെബ്സൈറ്റ് വഴി നിൽക്കുന്ന ആളുകൾക്ക് ഒരാൾക്ക് പോലും ടിക്കറ്റ് കിട്ടുന്നില്ല, അല്ലാതെ ആളുകൾക്ക് ടിക്കറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് മാർക്കറ്റ് നിങ്ങൾക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ ഗെയിമിനൊക്കെ 1000 രൂപയുടെ ടിക്കറ്റ് ഒക്കെ വിറ്റത് 10,000 രൂപയ്ക്കൊക്കെയാണ് വിറ്റത്. അതുപോലെ ഫൈനലിലെ ടിക്കറ്റുകൾ 1000 രൂപ ടിക്കറ്റ് 17,000 18,000 രൂപയ്ക്കാണ് വിറ്റത്. അതുപോലെ ഇന്ത്യയുടെ എല്ലാ ഗെയിംസിനും ടിക്കറ്റുകൾ മിനിമം ഒരു 5 ഇരട്ടി 6 ഇരട്ടി മിനിമം നിരക്കിലാണ് വിറ്റത്. അപ്പോൾ ഈ ടിക്കറ്റിംഗ് വിറ്റ ആളുകൾ ഇതിനകത്തൂടെ കുറെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറെ പൈസ എന്ന് വെച്ചാൽ കുറച്ചൊന്നുമല്ല, 3-4 ലക്ഷം രൂപ വരെ ഉണ്ടാക്കിയ ആളുകളുണ്ട്. അപ്പം ഇവരെങ്ങനെയാണ് ഈ പൈസ ഉണ്ടാക്കിയത്? അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ അതിനു മുമ്പ്, നമ്മൾ പോകുന്നതിന് മുമ്പ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഞാൻ ഇതിന്റെ ലൈവായിട്ട് അതിന്റെ ഡെമോ കാണിക്കുന്നുണ്ട്, എങ്ങനെയാണ് അവർ ചെയ്തതെന്ന്. അപ്പം അതുപോലെ തന്നെ ഇത് പോയിന്റ് ചെയ്യുന്നത് എന്താണ്, നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മിനിമം നമ്മൾ ഇങ്ങനത്തെ ലൂപ്പ് ഹോൾസ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തുമാത്രം നഷ്ടങ്ങളുണ്ടാവും. ബുക്ക് മൈ ഷോയ്ക്ക് എന്തുമാത്രം നഷ്ടങ്ങളുണ്ടായി, ബുക്ക് മൈ ഷോയുടെ പേര് നാശമായി. ഒരുപാട് ഇപ്പോൾ അടുത്ത ഇനിയുള്ള മെയിൻ ഇവന്റ്സ് ബുക്ക് മൈ ഷോയ്ക്ക് എടുക്കുമ്പോൾ ആളുകൾ ഒന്നുകൂടെ പേർ സംശയത്തോടെ നോക്കും. അപ്പോൾ ബുക്ക് മൈ ഷോയ്ക്ക് ഒരുപാട് ഡിഫെയിം ഉണ്ടായി. അതുപോലെ ഒരുപാട് ആളുകൾക്ക് പൈസ നഷ്ടം ഉണ്ടായി. ബ്ലാക്കിൽ വിൽക്കേണ്ടി വന്ന ആളുകൾക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല. അപ്പം നമ്മൾ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നാണ് ഇത് നമ്മളിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യം. ടിക്കറ്റിംഗ് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, രാത്രി 8 മണിക്ക് ടിക്കറ്റിംഗ് ഓപ്പൺ ആകും. 8 മണിക്ക് ടിക്കറ്റിംഗ് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മളെ ഒരു ക്യൂവിനകത്തേക്ക് അവരിടും. ആദ്യം വന്നവരെ ആദ്യം സെർവ് ചെയ്യാൻ വേണ്ടി ഒരു ക്യൂവിനകത്തേക്ക് നമ്മൾ ഇടും. ആ ക്യൂ പ്രോസസ് ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ മുമ്പിൽ കുറെ ആളുകൾ കാണും. നമ്മുടെ ടേൺ എത്തുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 5 മിനിറ്റ്സ് വരും. ആ 5 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, എന്നിട്ട് എക്സിറ്റ് ആവണം. അതായിരുന്നു അതിന്റെ പ്രോസസ്സ്. ഈ ക്യൂ ഓപ്പൺ ആവുന്നത് 8 മണിക്കായിരുന്നു ഓപ്പൺ ആവുന്നത്. അപ്പം ഇത് ഹാക്ക് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ ഈ ബുക്ക് മൈ ഷോയുടെ ഹാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ബുക്ക് മൈ ഷോയുടെ ഒരു ബഗ്, ബുക്ക് മൈ ഷോ ശ്രദ്ധിക്കാൻ ഒരു കാര്യം കൊണ്ടാണ് ആളുകൾ ഇത് ചെയ്തത്. അപ്പം എങ്ങനെയാണ് ചെയ്തത് എന്ന് ഞാൻ എൻ്റെ സ്ക്രീൻ റെക്കോർഡിങ്ങിലൂടെ കാണിക്കാം. ഇങ്ങനെയാണ് ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അത് എങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചതെന്ന്, എങ്ങനെയാണ് ഈ ബുദ്ധി ഈ ചെയ്തവന്റെ തലയിൽ ഉദിച്ചതെന്നും ഞാൻ പറഞ്ഞു തരാം. അപ്പം എൻ്റെ സ്ക്രീൻ റെക്കോർഡിങ്ങിലേക്ക് പോകാം. ഓക്കെ,
അപ്പം നമുക്ക് ബുക്ക് മൈ ഷോയുടെ വെബ്സൈറ്റിലേക്ക് പോകാം. ഞാനിപ്പം ബുക്ക് മൈ ഷോയുടെ വെബ്സൈറ്റിലാണ് ഇരിക്കുന്നത്. ഞാനിവിടെ ഒരു മൂവി ബുക്ക് ചെയ്യാൻ നോക്കുകയാണെന്നായിരിക്കും. ഞാനിവിടെ ഈ മൂവിയിൽ ക്ലിക്ക് ചെയ്തു. ഈ മൂവിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ബുക്ക് ടിക്കറ്റ്സ് എന്ന ഓപ്ഷൻസ് അവൈലബിൾ ആവുമല്ലോ. അതുപോലെ തന്നെയാണ് ക്രിക്കറ്റിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ഈ ബുക്ക് ടിക്കറ്റ് എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആകുന്നത് 8 മണിക്കാണ്. അതായത് 8 മണിക്കാണ് അവർ ടിക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ 8 മണിക്കാണ് ഈ ബട്ടൺ അവൈലബിൾ ആകുന്നത്, ബുക്ക് ടിക്കറ്റ്സ് എന്ന ബട്ടൺ അവൈലബിൾ ആകുന്നത്. അപ്പോൾ നമ്മൾ ആ ബുക്ക് ടിക്കറ്റിൽ ബുക്ക് ചെയ്യുമ്പോൾ എന്താണ്, നേരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേൾഡ് കപ്പിൻ്റെ സമയത്ത്, ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ ടൈമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ നേരെ ഒരു ക്യൂവിലേക്കാണ് ഇടുന്നത്. അപ്പോൾ ഒരുപാട് പേര് ആ സമയത്ത്, ലക്ഷക്കണക്കിന് ആളുകൾ ആ സമയത്ത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമല്ലോ, എല്ലാവരെയും ക്യൂവിനകത്തേക്ക് ഇടും. അപ്പം നമ്മുടെ ക്യൂവിനകത്ത് നമ്മുടെ ഊഴം അനുസരിച്ചാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുന്നത്, അല്ലേ? അതായിരുന്നു. അപ്പം എങ്ങനെയാണ് ഈ ബിരുദന്മാർ ഹാക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബട്ടൺ ബുക്ക് മൈ ഷോ 8 മണിക്കാണ് ടിക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ 8 മണിക്കാണ് ഈ ബട്ടൺ ഇനേബിൾ ചെയ്യുന്നത്. ബുക്ക് നൗ എന്ന ബുക്ക് ടിക്കറ്റ്സ് ഇനേബിൾ ചെയ്യുന്നത് 8 മണിക്കാണ്. 7:59 ഈ ബട്ടൺ ഗ്രേഡ് ഔട്ട് ആയിരിക്കും, നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഹാക്ക് ചെയ്ത ബിരുദന്മാർ 7:45, അതായത് 7:45 തന്നെ ആ ക്യൂവിനകത്ത് നുഴഞ്ഞു കയറി. പക്ഷേ ബാക്കി വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യുന്ന ആളുകൾ 8 മണിക്ക് മാത്രമാണ് അവർക്ക് ഈ ബുക്ക് നോ ബട്ടൺ അവൈലബിൾ ആകുന്നത്. അവർക്ക് 8 മണിക്ക് മാത്രമേ അവർക്ക് ക്യൂവിൽ കയറാൻ പറ്റുള്ളൂ. പക്ഷേ ആ ബിരുദന്മാർക്ക് 7:45 മുതൽ അവർ ക്യൂവിനകത്ത് കയറി. എങ്ങനെയാണ് അവർ 7:45 മുതൽ ക്യൂവിനകത്ത് കയറിയത്? കാണിച്ചു തരാം. നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ഞാനൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ URL മാറി ഇല്ലേ? ഇവിടെ ഒരു URL വന്നു, എന്തോ ഒരു റാൻഡം നമ്പറൊക്കെ വെച്ച് URL വന്നു. അപ്പം നമുക്ക് അന്നത്തേക്ക് 2023 നമുക്ക് തിരിച്ചു പോകാം. ഫോർ എക്സാമ്പിൾ, ഈ ഗെയിം ഇതെന്താണിത്? ഇത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ, ഫൈനലിൻ്റെ അല്ല, ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ചെപ്പോക്കിൽ, ചെന്നൈയിൽ വെച്ച് നടന്ന ഗെയിമിൻ്റെ ലിങ്കാണ്, ടിക്കറ്റ് ബുക്കിംഗ് ലിങ്കാണ്. അതായത് ഈ ബിരുദന്മാർ എങ്ങനെയാണ് ഹാക്ക് ചെയ്തതെന്ന് വെച്ച് കഴിയാമെങ്കിൽ, അവർ ഈ ലിങ്ക് കൺസ്ട്രക്റ്റ് ചെയ്തു, ഓട്ടോമാറ്റിക്കായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്തു. അതായത് അവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിയാമെങ്കിൽ, അവർ ബാക്കി ടീമുകളുടെ ഗെയിംസിൻ്റെ ലിങ്ക് നോക്കി. അതായത് ഇപ്പോൾ ഒരു ഡിമാൻഡ് ഇല്ലാത്ത മത്സരങ്ങൾ ഉണ്ടാകുമല്ലോ, ബംഗ്ലാദേശും നെതർലൻഡും, അങ്ങനെ ഡിമാൻഡുകളില്ലാത്ത ക്രിക്കറ്റ് മാച്ചിൻ്റെ ടിക്കറ്റ് നമ്മൾ ബുക്ക് നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലിങ്ക് വരുന്നത് എന്നവർ ചെക്ക് ചെയ്തു. അവർ ആ ലിങ്ക് കോപ്പി ചെയ്തു ഇല്ലേ? ആ ലിങ്ക് കോപ്പി ചെയ്തു. അവർക്ക് മനസ്സിലായി ഈ ലിങ്കിൽ എന്തൊക്കെ ഭാഗത്താണ് വേരിയബിൾ, എന്തൊക്കെ ഭാഗമാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇതൊരു നമ്പറാണ്, ഇതൊരു കുറച്ച് ക്യാരക്ടറാണ്, ഇതൊരു നമ്പറാണ്, ബാക്കി ഒക്കെ സെയിം ആണ്. അപ്പോൾ ഈ 3 നമ്പർ കിട്ടിക്കഴിയാമെങ്കിൽ ഇന്ത്യയുടെ ഗെയിംസിൻ്റെ, അല്ലെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയ, ഇന്ത്യ പാകിസ്ഥാൻ, ഏത് ഗെയിംസിൻ്റെ വേണമെങ്കിലും ലിങ്കുകൾ നമുക്ക് കിട്ടും എന്നവർക്ക് മനസ്സിലായി. ഇനിയും എങ്ങനെയാണ് ഈ ലിങ്ക് ഉണ്ടാക്കുന്നത്? അപ്പോൾ നിങ്ങൾ എൻ്റെ സ്ക്രീനിൽ കാണുകയാണെങ്കിൽ അറിയാം, എല്ലാ ലിങ്കിൻ്റെയും ഇന്ത്യ ഓസ്ട്രേലിയ, ഇത് ഇന്ത്യ ഓസ്ട്രേലിയ ആയിരുന്നു, ഇത് ഇന്ത്യ നെതർലൻഡ് ആയിരുന്നു, ഇത് ഇന്ത്യ പാകിസ്ഥാൻ ആയിരുന്നു, ഇത് ഇന്ത്യ ഇംഗ്ലണ്ടിൻ്റെ ആയിരുന്നു. എല്ലാത്തിൻ്റെയും ലിങ്ക്, ഇത് ഇന്ത്യ ശ്രീലങ്ക, എല്ലാത്തിൻ്റെയും ലിങ്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഡിജിറ്റ്സുകൾ മാത്രം മാറിയിട്ടുണ്ട്. ഇത് 10058 ആണെങ്കിൽ ഇത് 10065, 10029, അതുപോലെ ഈ നമ്പർ മാറിയിട്ടുണ്ട്, അല്ലേ? ഈ നമ്പർ മാറിയിട്ടുണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ഇത് ഇന്ത്യ ഇംഗ്ലണ്ടിൻ്റെ ആയിരുന്നു. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഇത് ലക്നൌവിൽ വെച്ച് നടന്ന ഗെയിമാണെന്ന് തോന്നുന്നു. അപ്പം ഇവർ എങ്ങനെയാണ് ഈ ലിങ്ക് കിട്ടിയത്? ഇവർക്ക് നേരത്തെ അല്ലേ ഈ ലിങ്ക് കിട്ടുന്നവർ ഈ ലിങ്ക് അപ്ലൈ ചെയ്യാമെങ്കിൽ 7:45 നിന്ന് തന്നെ 15 മിനിറ്റ് മുമ്പ് അവർക്ക് ക്യൂവിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഈ ഹാക്ക് ചെയ്ത ആളുകൾ നേരത്തെ ക്യൂവിനകത്ത് കയറുന്നതും ഹാക്ക് ചെയ്യാത്ത ആളുകൾ 8 മണിക്ക് ക്യൂവിനകത്ത് കയറുന്നത്, ലേറ്റായിട്ട് ക്യൂവിനകത്ത് കയറുന്നത്. അപ്പോൾ നേരത്തെ ക്യൂവിൽ കയറുന്ന ആളുകൾ നേരത്തെ 10-20 ടിക്കറ്റുകൾ എടുക്കുന്നുണ്ട്, പല അക്കൗണ്ടിൽ നിന്ന് 10-20 ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അവർ 8 മണി കഴിയുമ്പോഴത്തേക്ക് ടിക്കറ്റുകളെല്ലാം ഫില്ലായി പോകുന്നുണ്ട്. അതായിരുന്നു സംഭവിച്ചത്. ഇനി എങ്ങനെയാണ് ഇവർ ഇതെടുത്തത്? ഇവരെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി മത്സരങ്ങളുടെ, ഇന്ത്യയുടെ അല്ലാത്ത മത്സരങ്ങളുടെ ലിങ്ക് നോക്കിയിട്ട് അതിൽ ചേഞ്ച് ആവുന്ന പാർട്ടുകൾ, ഞാൻ പറഞ്ഞല്ലോ ചേഞ്ച് ആവുന്ന പാർട്ടുകൾ എന്താണ്, ഇത് ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു, അതുപോലെ ഇത് ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു, EKAN ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു, പിന്നെ ഈ ലാസ്റ്റ് നമ്പർ ചേഞ്ച് ഉണ്ടാകുന്നു. അവർ ഒബ്സർവ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു നമ്പർ, ഇത് സ്റ്റേഡിയത്തിൻ്റെ കോഡാണ്. ഇത് എക്കാന സ്റ്റേഡിയം, എന്തോ ലക്നൌവിലെ സ്റ്റേഡിയമാണ്, ഇത് സ്റ്റേഡിയത്തിൻ്റെ കോഡാണ്. നിങ്ങൾ നോക്കിക്കഴിയാമെങ്കിൽ അറിയാം, ഇവിടെ ഇത് മുംബൈയിലെ കോഡാണ് WSMI, ഇതുപോലെ ഇത് ഈഡൻ ഗാർഡൻ കൊൽക്കത്തയിലെ കോഡാണ് IPEG. ഓരോ ഗ്രൗണ്ടിനും ഓരോരോ കോഡുകളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവർ കൺസ്ട്രക്ട് ചെയ്തു, ഈ ലിങ്ക് അവർ കൺസ്ട്രക്ട് ചെയ്തു. എങ്ങനെയാണ് അവർക്ക് ഈ കോഡുകളും ഈ കാര്യങ്ങളും മനസ്സിലായത്? അവർ സിമ്പിളായി ബുക്ക് മൈ ഷോയുടെ റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ അവർക്ക് ബുക്ക് മൈ ഷോയുടെ ഈ വെബ് പേജിൻ്റെ കോഡുകൾ കണ്ടു. അതിൽ നിന്ന് ഇന്ത്യയുടെ അല്ലാത്തൊരു ഗെയിമിൻ്റെ കോഡും ഇന്ത്യയുടെ അല്ലാത്തൊരു ഗെയിമിൻ്റെ കോഡ് അവർ എടുത്തു. ആ കോഡിൽ നിന്ന് എന്ത് ചെയ്തു?
അവർക്ക് കൂടുതൽ ഈ വേരിയബിൾസ് അല്ലെങ്കിൽ ഈ ചേഞ്ച് ആവുന്ന സാധനങ്ങൾ അവർക്ക് ഡിറൈവ് ചെയ്തു. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ന്യൂസിലൻഡും അല്ലെങ്കിൽ ബംഗ്ലാദേശും നെതർലൻഡും തമ്മിൽ നടക്കുന്ന ഗെയിമാണ്. അവിടെ ബംഗ്ലാദേശ് വേഴ്സസ് നെതർലൻഡ് എന്നായിരിക്കും. അവർ ആ നെതർലൻഡ് അത് മാറ്റി ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് എന്നാക്കി. എന്നിട്ട് അവർ നോക്കും ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച് എവിടെയാണ് നടക്കുന്നത്, ലക്നൌവിലാണ് നടക്കുന്നത്. അവർ ലക്നൌവിൽ നടക്കുന്ന വേറൊരു മാച്ചിൻ്റെ കോഡ് റൈറ്റ് ക്ലിക്ക് ഇതുപോലെ കോഡ് എടുത്ത് നോക്കും. അപ്പോൾ ആ ലക്നൗ സ്റ്റേഡിയത്തിൻ്റെ കോഡ് അവർക്ക് കിട്ടും, EKN. ആ കോഡ് അവർക്ക് അവിടെ നിന്ന് കിട്ടും, അത് അവരോട് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഈ കോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ച് നമ്പറാണ്. ഈ മാച്ച് നമ്പർ അവർ ബുക്ക് മൈ ഷോയുടെ ഹോം പേജിൽ നിന്ന്, വേൾഡ് കപ്പിൻ്റെ ഒരു ഹോം പേജ് ഉണ്ടല്ലോ, അവിടെ നിന്ന് അവർ ഈ കോഡ് ഇതുപോലെ തന്നെ എടുക്കും, ഇങ്ങനെ നോക്കിയിട്ട് എടുക്കും. ദെൻ ഇതൊരു യുണീക്ക് നമ്പറാണ്. ഈ യുണീക്ക് നമ്പർ അവർ വേറെ അതൊരു നമ്മുടെ വേറൊരു മാച്ച് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവരുടെ ഹോം പേജിൽ നിന്ന് ഓരോ മാച്ചിൻ്റെ യുണീക്ക് കോഡ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. പുറത്ത് കാണില്ല, പക്ഷേ ആ കോഡിനകത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ അവരെ ഇൻസ്പെക്ട് ചെയ്തിട്ട് അവർ ആ കോഡുകൾ എടുക്കുന്നു. അങ്ങനെ കോഡ് എടുത്തിട്ട് അവർ ഈ ലിങ്ക് കൺസ്ട്രക്ട് ചെയ്യുന്നു. 7:45 ആകുമ്പോഴത്തേക്കും അവർ ഈ ലിങ്ക് ഇൻപുട്ട് കൊടുക്കുന്നു. നിങ്ങൾ ക്യൂവിനകത്തേക്ക് എത്തുന്നു, നിങ്ങൾ ക്യൂവിനകത്ത് ആദ്യം എത്തുന്നു. അതാണ് എന്നിട്ട് ഇവർ ടിക്കറ്റ് എടുത്തിട്ട് ബ്ലാക്കിൽ വയ്ക്കുന്നു. ഇത് വർക്ക് ചെയ്ത കാര്യമാണ്. നിങ്ങൾ നോക്കാമെങ്കിൽ അറിയാം, ഇത് എല്ലാ മാച്ചിൻ്റെയും ടിക്കറ്റുകൾ ലിങ്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. എല്ലാ മാച്ചിൻ്റെയും ലിങ്ക് നിങ്ങൾ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഓരോ ലിങ്ക് ഓരോ മാച്ചിനനുസരിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ജസ്റ്റ് ഒരു ബേസിക് നോളജ് ഉള്ള ഒരാൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് ബുക്ക് മൈ ഷോയിൽ നിന്ന് ഒരുപാട് ടിക്കറ്റ് ബൾക്കായി ബുക്ക് ചെയ്തത്. ഇനി ബുക്ക് മൈ ഷോ എന്ത് ചെയ്യണമായിരുന്നു അറിയാമോ? ഈ ഗെയിം ഇത് മാറ്റണമായിരുന്നെങ്കിൽ ബുക്ക് മൈ ഷോ ഇതൊരു സ്റ്റാറ്റിക് ലിങ്ക് ഇങ്ങനെ വെക്കാതെ ബുക്ക് മൈ ഷോ ലിങ്ക് ഡൈനാമിക് ആക്കണമായിരുന്നു. അതായത് ടെക്നിക്കൽ ഭാഷയിൽ പറയാമെങ്കിൽ ഇപ്പോൾ ഇത്രയും ഭാഗമാണല്ലോ ഇതിൻ്റെ ചേഞ്ച് ആവുന്ന ഭാഗം. ഈ ചേഞ്ച് ആവുന്ന ഭാഗത്തിനെ ഒരു എന്താണ് വേറൊരു ഒരു വേർഡ് കൊടുത്തിട്ട് അതുമായിട്ട് ആ ചേഞ്ച് ചെയ്യുന്ന ഒരു വേർഡ് കൊടുത്തിട്ട് അതുമായിട്ട് ഫ്രേസ് ചെയ്യണമായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതായിരുന്നുവെങ്കിൽ ബുക്ക് മൈ ഷോ അവരുടെ ഡേറ്റാബേസിൽ ഇങ്ങനെ ഒരു എൻട്രി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആപ്പിൾ ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇന്ന് ആപ്പിളാണ്, നാളെ അത് ഓറഞ്ച് ആകാം. അങ്ങനെ നാളെ ഈ വേരിയബിൾസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പോലും ഈ ലിങ്ക് അല്ലെങ്കിൽ ഈ ഡൈനാമിക്കായി ചേഞ്ച് ചെയ്യുന്ന ലിങ്കിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബുക്ക് മൈ ഷോയ്ക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ബുക്ക് മൈ ഷോ ഈ പ്രശ്നം തിരിച്ചറിയുകയും അത് അവർ ഫിക്സ് ചെയ്യുകയും ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഡാമേജുകൾ പറ്റിയിട്ടുണ്ടാവാം. അപ്പം ഇങ്ങനെയാണ് ഒരു കൂട്ടം മിടുക്കന്മാർ ഇങ്ങനെ ബുക്ക് മൈ ഷോയെ ഹാക്ക് ചെയ്തത് അല്ലെങ്കിൽ ഡേറ്റ എടുത്തത്. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ എങ്ങനെയാണ് മിടുക്കന്മാർ ഈ ബുക്ക് മൈ ഷോയിൽ ഹാക്ക് ചെയ്ത് ടിക്കറ്റുകൾ കിട്ടിയതെന്ന് കണ്ടല്ലോ. അപ്പം ആളുകൾക്ക് ടിക്കറ്റ് കിട്ടാതെ, ഇവൻ ഒരു ടിക്കറ്റ് പോലും കിട്ടാതിരിക്കുമ്പോൾ ഇവർ 10-20 ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് ബ്ലാക്ക് മാർക്കറ്റിലേക്ക് വിടുകയാണ്. അങ്ങനെ അവിടെ സെല്ല് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് ലക്ഷങ്ങൾ രൂപ ഉണ്ടാക്കിയ ആളുകളുണ്ട്. ബുക്ക് മൈ ഷോ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ, അല്ല അവരൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അല്ല അവർ പ്രോപ്പറായി ഒന്ന് ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഈ ബഗ് തടയാൻ പറ്റുമായിരുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായി തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാനൊരു IT പ്രൊഫഷണലാണ്. നമ്മുടെ ചാനലിൽ ബാംഗ്ലൂരെക്കുറിച്ചും IT-യെക്കുറിച്ചും ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക. നമുക്ക് ഭയങ്കര ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും ഇങ്ങനത്തെ നല്ല നല്ല കണ്ടൻസുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. സൈനിങ് ഓഫ്, ബൈ.